ഗിയർ സെലക്ഷൻ എപ്പോൾ നോക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എഞ്ചിൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണെങ്കിൽ ക്ലച്ചിലെ കാല് എക്സ്ട്രീം ചവിട്ടി താത്തിരിക്കണം. കാര്യം എന്താ? എഞ്ചിന്റെ ഡ്രൈവ് വീലിലോട്ട് പോകാതെ ബ്രേക്ക് ചെയ്യാണ് നമ്മൾ ഈ ക്ലച്ച് വെച്ച് ചെയ്യുന്നത്. അതിനുശേഷം ക്ലച്ച് കഴിഞ്ഞ് ആഫ്റ്റർ വരുന്ന യൂണിറ്റ് ആണ് ഗിയർ ബോക്സ്. അവിടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ പവർ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ നടത്തുന്നത്. സോ ഗിയർ ന്യൂട്രൽ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഒരു ലീനിയർ ഡയറക്ഷനിൽ നമ്മുടെ ലിവർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഗിയർ ന്യൂട്രൽ ആണ്. അതിനുശേഷം മുമ്പോട്ടും പുറകോട്ടും വിടുമ്പോൾ മുമ്പോട്ടും വീഴുന്നു പുറകോട്ടും വീഴുന്നെങ്കിൽ ന്യൂട്രൽ തന്നെയാണ് ഉറപ്പിക്കാം. പിന്നെ ഫസ്റ്റ് ഗിയറിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഡയറക്ഷൻ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിലോട്ട് പോയിട്ട് കറക്റ്റ് ആയിട്ട് ആ ഡയറക്ഷനിൽ തള്ളുക. തിരിച്ച് ഇങ്ങോട്ടൊന്നും വീഴാതെ നേരെ പുറകോട്ട് തന്നെ കൊണ്ടുപോവുക. സെക്കൻഡ് ആയിരിക്കും. ആ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും. ബലം അവിടെ കൂടുതൽ വന്നാൽ അതിനർത്ഥം എന്താ? കാല് താഴുന്നില്ല. 3, എങ്ങോട്ടും നിങ്ങൾ അതിനെ പിടിച്ചുകൊണ്ടേന്ന് ഇടാൻ പറ്റുക. നിങ്ങൾ അതിനറിയാം എങ്ങോട്ടാണ് 2 കഴിഞ്ഞാൽ പോകേണ്ട എങ്ങോട്ടാണെന്ന് അതിനറിയാം. പിന്നെ നിങ്ങൾ അതിനെ ഗൈഡ് ചെയ്ത് തെറ്റായ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോവുക പലപ്പോഴും ചെയ്യുന്നത്. ബാക്ക് കൊണ്ട് ഈ ഭാഗം കൊണ്ട് സെക്കൻഡിൽ നിന്ന് തട്ടിയാൽ, എങ്ങോട്ടും ലോഡ് കൊടുക്കാതെ തട്ടിയാൽ സെക്കൻഡ് കഴിഞ്ഞാൽ അത് തേർഡിലോട്ടേ പോകും. നേരെ ബാക്ക് പിന്നെ എല്ലാവർക്കും ഈസിയാണ്. അവിടം വരെ ആയിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. ഈ സെക്കൻഡ് തേർഡാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. യാതൊരു ലോഡും കൊടുക്കാതെ ബാക്ക് കൊണ്ട് തട്ടുക. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ക്ലച്ച് താത്ത് തന്നെ ഇരിക്കുക.